പോക്കോയുടെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് പോക്കോ X6 Pro. അതുപോലെ തന്നെ പോക്കോയുടെ തന്നെ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് പോക്കോ F5. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X6 Proയും അതുപോലെ തന്നെ പോക്കോ F5ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ 6.6 ഇഞ്ചിൻ്റെ 1.5K ഡിസ്പ്ലേ ആണ് വരുന്നത്. പോക്കോ F5ൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അപ്പം പോക്കോ X6 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ X6 Pro 5Gക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും 12-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണുകളിൽ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. പോക്കോ X6 Proയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1800 നിറ്റ്സ് ആണ്. പോക്കോ F5ൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1000 നിറ്റ്സ് ആണ്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം ഇതിൽ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. പോക്കോ F5ൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ പോക്കോ X6 Proയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. F5ൻ്റെ വെയിറ്റ് വരുന്നത് 181 ഗ്രാമാണ്. വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് വരുന്നില്ല. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യവും. X6 Proയുടെ തിക്നെസ് വരുന്നത് 8.05 mm ആണ്. F5ൻ്റെ തിക്നെസ് വരുന്നത് 7.9 mm ആണ്. അപ്പോൾ തിക്നെസ്സിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. പിന്നെ പോക്കോ X6 Proയിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ F5ൽ IP53 റേറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ MediaTek Dimensity 8300 Ultra എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. പോക്കോ F5ൽ സ്നാപ്ഡ്രാഗൺ 7+ Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 30,000 രൂപയ്ക്ക് താഴെ ഈ രണ്ട് പ്രോസസ്സറുകളും വളരെ മികച്ച പ്രോസസ്സറുകൾ തന്നെയാണ്. ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള പ്രോസസ്സറുകളാണ്. എന്നാലും ഇതിൽ ബെറ്റർ ഏതാണെന്ന് വെച്ചാൽ പോക്കോ X6 Proയിൽ വരുന്ന MediaTek Dimensity 8300 Ultra എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പെർഫോമൻസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro നോക്കാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. ഇതിൽ പോക്കോ X6 Proയിൽ 14 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. F5ൽ 12 5G ബാൻഡാണ് വരുന്നത്. കൂടുതൽ 5G ബാൻഡ്സ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണിൻ്റെയും ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലാണ് വരുന്നത്. പോക്കോ X6 Proയിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. F5ൽ 12GB റാം 256GB ഇന്റേണൽ വെർഷനാണ് വരുന്നത്. ഇതിൽ പോക്കോ X6 Proയിൽ LPDDR5Xൻ്റെ റാം വരുന്നുണ്ട്. പോക്കോ F5ൽ LPDDR5ൻ്റെ റാമേ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റാം ടൈപ്പ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. F5ൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പാണ് വരുന്നത്. അപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറേജ് ടൈപ്പും പോക്കോ X6 Proയിൽ വരുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളിലൊക്കെ പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഈ രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഫോണുകൾ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പോക്കോ X6 Proയിൽ NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ പോക്കോ F5ൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോക്കോ X6 Proയിൽ 3.5 mm മോഡി ജാക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ പോക്കോ F5ൽ 3.5 mm മോഡി ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ പോക്കോ F5ന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇതിൽ പോക്കോ X6 Proയിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പോക്കോ F5ൽ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ കൊടുത്തിട്ടുണ്ട്.
X6 Proയിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 14 സോഫ്റ്റ്വെയർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള HyperOS സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. അതുമാത്രമല്ല X6 Proയിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ F5ൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ലഭിക്കുകയുള്ളൂ. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും പോക്കോ X6 Proയിലായിരിക്കും ലഭിക്കുക. അപ്പം ഈ ഒരു കാര്യത്തിലും പോക്കോ X6 Proക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളുടെയും പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകളിലും 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഫോണുകളിലും 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പോക്കോ F5ൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ലൈറ്റ് കൺട്രോളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നത് പോക്കോ X6 Proയിലാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ സ്കിൻ ടോൺസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും പോക്കോ X6 Pro കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലും പോക്കോ X6 Pro ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ പോക്കോ X6 Pro ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിലും അതുപോലെ തന്നെ പോക്കോ F5ലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും 2 ഫോണുകളും തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ പോക്കോ X6 Pro 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 2 ഫോണുകളിലും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് ഈ 2 ഫോണുകളിലും വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 8 GB RAM 256 GB ഇൻ്റർണൽ വെർഷൻ്റെ കാര്യത്തിൽ X6 Proയുടെ വില വരുന്നത് 26,999 രൂപയാണ്. പോക്കോ F5ൻ്റെ ഈ വെർഷൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. പിന്നെ പോക്കോ X6 Proയിൽ 12 GB RAM 512 GB ഇൻ്റർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 28,999 രൂപയാണ്. പോക്കോ F5ൽ ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. പകരം 12 GB RAM 256 GB ഇൻ്റർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 33,999 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Proയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC എന്ന ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ HyperOS സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. പിന്നെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് പെർഫോമും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ്. പോക്കോ F5ൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ 2 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പോക്കോ X6 Pro ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും ക്യാമറ ഫീച്ചേഴ്സും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എന്നാൽ വിലയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. അപ്പം പോക്കോ X6 Pro ആയിരിക്കും കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.